ഇത് ചൂട് തിളയ്ക്കണം ഈ സാധനം ഈ കേബിൾ തിളയ്ക്കണം ബ്രോ. ഇതാ കരിയണ കേബിൾ. ഫെബ്രുവരി മാസത്തെ ആമസോൺ ഗാഡ്ജറ്റുകൾ നോക്കാം. 500 രൂപ മുതൽ ഒരു 1000 രൂപയ്ക്കകത്ത് വരെയുള്ള കുറേ കിഡു ഗാഡ്ജറ്റുകളാണ്. ഒന്നാമത് നമ്മുടെ ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലർക്കും പലർക്കും എന്നല്ല ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അച്ഛൻ, അമ്മൂമ്മ, മുതുമുത്തശ്ശി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ചാൽ റീല് തോണ്ടുന്ന യന്ത്രം. നമുക്കിതാ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഫിംഗർ ടിപ്പ് വീഡിയോ കൺട്രോളർ എന്നാണ് ഇതിൻ്റെ പേര്. ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. ഇതെങ്ങനെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തെ നിങ്ങൾ USB കേബിൾ വെച്ചിട്ട് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വിരലിലോട്ട് അണിയുക. ആദ്യം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺ അമർത്തി ഈ ഒരു യൂണിറ്റിനെ നമുക്ക് ആദ്യം ഓൺ ആക്കണം. ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ ഒരു LED ലൈറ്റ് കത്തേണ്ടതാണ്, കത്തുന്നില്ല. ഇത് ചൂട് തിളയ്ക്കണം ഈ സാധനം ഈ കേബിൾ തിളയ്ക്കണം ബ്രോ. ഇതാ കരിയണ കേബിൾ. അപ്പോൾ ഗൈസ് ഇതെന്താ സംഭവിച്ചാൽ ഇതിന് ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 20,000 mAh പവർ ബാങ്ക് വെച്ച് നമ്മൾ നിങ്ങൾ ചാർജ് ചെയ്തു. അതിൻ്റെ ഭവിഷ്യത്താണ് നമ്മളിപ്പോൾ അനുഭവിച്ചത്. ഇതെല്ലാം കൂടി കത്തി കയറാത്തത് ഭാഗ്യം. എനിക്ക് തോന്നുന്നു ഈ ഒരു കേബിൾ ഉപയോഗിക്കണം, മറ്റേ കേബിൾ ഉപയോഗിക്കാം. നമ്മളൊന്ന് ചാർജ് ചെയ്തിട്ട് വരാം. നിങ്ങളുടെ വിരലിലോ നിങ്ങളുടെ കയ്യിലോ ഒക്കെ ഈ സാധനം ഇങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയതിന് ശേഷം ഇത് പെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ഐഫോണിലാണ് ഇത് പൊതുവെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നത്. ഐഫോണിൻ്റെ അകത്ത് പോവുക. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീലിലേക്ക് വരിക. കണ്ടോ, നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കുടുംബമായിട്ടിരുന്ന് റീല് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലോട്ട് മാറിയിരിക്കുക. ഈ സാധനം കയ്യിൽ വയ്ക്കുക. ഇങ്ങനെ റീൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്ക്രീനിൽ തോണ്ടി എന്നുള്ള പരാതിയും വേണ്ട. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചതിന് ശേഷം ഇൻ കേസ് നിങ്ങൾ കുളിക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകും. മണ്ടത്തരം കാണിക്കരുത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് റീൽ തോണ്ടാനായിട്ട് പറ്റും. അത് നിങ്ങൾ സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതാ ഈ ഒരു ഗാഡ്ജറ്റ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ റീൽ യൂസേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റീൽ യൂസേഴ്സിനും ടിക്ടോക്ക് യൂസേഴ്സിനും ഈ ഗാഡ്ജറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞാൻ. അടുത്ത് വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ്. അതായത് നിങ്ങൾക്ക് ബുക്ക് വായിക്കാനായിട്ട് പറ്റിയൊരു പരിപാടി. ഇതാണ് ലൈറ്റ്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾക്ക് ലൈറ്റൊക്കെ ഉണ്ടാവണമെന്നില്ല ബുക്ക് വായിക്കുന്ന സമയത്ത്. ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമായിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമായിരിക്കും. അപ്പോൾ ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഗാഡ്ജറ്റ് എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ക്ലിപ്പ് പോലെ ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബുക്കിൻ്റെ ഏതെങ്കിലും ഒരു പേജിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, പവർ ബട്ടൺ കണ്ടോ. ആ പവർ ബട്ടൺ അമർത്തുമ്പോൾ കണ്ടോ ലൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് 3 ലെവലുണ്ട്. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായാലും, ഇപ്പോൾ ലൈറ്റൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലാന്നിരിക്കട്ടെ, ഇങ്ങനെ ടോർച്ചൊക്കെ പിടിച്ച് വെച്ചുകൊണ്ട് വായിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന് പകരം ഈ ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ആൻഡ് അടുത്ത പേജ് മറിക്കപ്പോൾ അടുത്ത പേജിലേക്ക് പോവുക. എന്നിട്ട് വീണ്ടും ഇത് വയ്ക്കുക, എന്നിട്ട് വായിക്കുക. അടുത്ത 400 രൂപയ്ക്കുള്ള ഒരു പ്രോഡക്റ്റാണ് ഫൺ മാഗ്നറ്റിക് ക്യൂബ്. ഇത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സാധനം വെച്ച് ഓരോ ആൾക്കാർ കളിക്കുന്നത്. ഓക്കെ, ഇത് പുറത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറകിൽ അവർ കൊടുത്തിരിക്കുന്ന പോലെ പല ഷേപ്പിലാക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ഷേപ്പാക്കാം. ഇവിടെ അമ്പോ എൻ്റെ അളിയ. ഓക്കെ ഇതെങ്ങനെയാണ് ഒരു ഷേപ്പാക്കണേ? ഓക്കെ, ഇതിനെ മൊത്തത്തിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ട്രയാങ്കിൾ ആക്കാം. ഇപ്പോൾ ഒരു ഷേപ്പായി കണ്ടോ. അടുത്ത ഷേപ്പ്. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു മാഗ്നറ്റ് ഉള്ളൊരു പരിപാടിയാണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചാൽ പോണേ. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഷേപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ആക്ച്വലി നമ്മുടെ റൂബിക്സ് ക്യൂബ് പോലെ ഇത് ചെയ്യാനും കഴിവ് വേണം. ഇത് ഒരു നിലയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഇത് ആക്ച്വലി എന്താണ് ഈ സംഭവം എന്നുള്ളത് നല്ല ധാരണയുണ്ടെങ്കിൽ ആ പടത്തിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഷേപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് ഇതിനകത്തുള്ള ഓരോ കോർണറും ഒട്ടിപ്പിടിക്കുന്ന സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു എന്ന് വെച്ചോ, അത് ബേസ് ചെയ്തിരിക്കും ഇതെന്ത് ഷേപ്പാണ് ആവുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര സമയമെടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മളെ കൊണ്ട് ഒക്കൂല. അതായത് ഗാഡ്ജറ്റ് മലയാളത്തിൽ അമലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരു സാധനമാണ് ഇത്. നിങ്ങളുടെ വീട്ടിൽ ശല്യമായിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊട്. അവന്മാരിരുന്ന് ഇങ്ങനെ ആക്കി ഷേപ്പ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് കുറേ നാളെങ്കിലും പോയിക്കോളൂ. അപ്പോഴത്തേക്ക് വളർന്ന് 2-3 വയസ്സാവും. അടുത്തതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്, സോളാർ കാർ. ഈ കാർ കണ്ടോ, പക്ഷേ ആമസോണിലെ ഫോട്ടോ നോക്കുന്ന സമയത്ത് വലിയ കാർ പോലെയൊക്കെ ഇരിക്കും. 250 രൂപയ്ക്ക് നമുക്ക് ഈ കാർ കിട്ടും. ഇതെന്താ സംഭവിച്ചാൽ സോളാർ പവേർഡാണ്. കറക്റ്റായിട്ട് ലൈറ്റ് വരുന്ന സമയത്ത് ഇതിങ്ങനെ ഓടി തുടങ്ങും. ഈ ഒരു കുട്ടി കാർ പുറത്ത് കൊണ്ടുപോയി വെയിൽ കാണിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തായിട്ടൊരു ചെറിയൊരു സോളാർ പാനലുണ്ട്. ആ സോളാർ പാനലിൽ നിന്ന് കറണ്ട് പോയതിന് ശേഷം ഇതിനകത്തുള്ളൊരു ചെറിയൊരു കുട്ടി മോട്ടറിനെ പ്രവർത്തിപ്പിച്ച് ഈ കാർ ഓടാൻ തുടങ്ങും. സൂര്യപ്രകാശത്തിൽ തന്നെ കൊണ്ടുവയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. ഞാനിപ്പോൾ ഫ്ലാഷൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയത്, ഫോണിൻ്റെ ഫ്ലാഷൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടും
ഇത് വർക്കായിട്ടില്ല. അപ്പോൾ സൂര്യപ്രകാശത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓടുന്നുണ്ട്. അങ്ങനെ ഓടിച്ച് നോക്കി ലൈക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൂടാ. ഈ സാധനത്തിന് ചുമ്മാ കളിക്കാം, വെറുതെ ഫണ്ണിന്. ഏതെങ്കിലും കൊച്ചു കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ പരിപാടിയാണ്. 2 ദിവസത്തേക്കേ ഉള്ളൂ. എന്നാലും അടുത്തതായിട്ട് ഒരു 2-in-1 സിസേഴ്സ് ആണ്. ഇത് കത്രികയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, ഈ ഭയങ്കര ഷാർപ്പാണ് ആ ബ്ലേഡ്. ഈ ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കൂലേ, ആ ബ്ലേഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ താഴത്തുനിന്ന് മേളിലേക്ക് ആക്കുക. ഇപ്പം കത്രികയായി. മുറിയോ നോക്കാം, മുറിയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഒരു പെന്ന് പോലത്തെ ഒരു ഭാഗമുണ്ട്. അത് ഇളക്കി കഴിഞ്ഞാൽ സെറാമിക് ബ്ലേഡ് ഉണ്ട്, പ്ലാസ്റ്റിക്കിലുള്ള ഒരു ബ്ലേഡാണ്. അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പിൽ സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയ സാധനമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പേപ്പറൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആൻഡ് കയ്യിലൊക്കെ അറുത്ത് കഴിഞ്ഞാൽ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം വെറുതെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. അപ്പോൾ നല്ലൊരു സാധനം, നിങ്ങൾക്കൊരു കത്രികയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഒരു കട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതായത് ഒരു ബ്ലേഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് കാറിൽ വെക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഹോൾഡറാണ്. 350 രൂപയാണ് എൻ്റെ പ്രൈസ്. ഫോൺ മാത്രമല്ല, നമുക്ക് ഐപാഡും എല്ലാം വയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഒരു സക്ഷൻ കപ്പ് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിലോട്ട് വെക്കാം. ഇത് നിങ്ങളുടെ വണ്ടിക്കകത്ത് ഒരു കാറിൻ്റെ ഷേപ്പിൽ തന്നെ വെക്കാൻ പറ്റിയ സാധനമാണ്. എങ്ങനെയാണ് ഫോൺ വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ മേളിലോട്ടാക്കുക. എന്നിട്ട് ഫോൺ കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറിൻ്റെ അകത്തൊക്കെ ഫോൺ വയ്ക്കാം. ഇപ്പോൾ എല്ലാ കാറിൻ്റെ അകത്തും ആൻഡ്രോയിഡ് ഓട്ടോ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളുടെ ഫോണൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്ത് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ വയ്ക്കാൻ പറ്റിയ ഒരു ഉൽപ്പന്നം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. നൈസ് വൺ. അപ്പോൾ ഇത്രയാണ് 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഇടയ്ക്കുള്ള കുറച്ച് ആമസോൺ ഗാഡ്ജറ്റുകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.